നമസ്കാരം. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ദ നാഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കും. ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവും. ഞങ്ങൾ 30 മിനിറ്റാണ് എന്നോട് പറഞ്ഞെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് അർജൻറ്റ് കോൾ വന്നു. ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓഫീസിൽ നിന്നുള്ള ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ക്രൈമിൻ്റെ ചാനലുകളെല്ലാം റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ പോലെ തന്നെ സാരമില്ല, ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തുകയാണ്. എത്തിയപ്പോൾ ഇവരെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ നേരെ ഒരു ഹോട്ടലിലേക്ക് അവരെ വിളിച്ചിട്ട് ഒരു ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. അവരെല്ലാവരുമായി ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം? നമ്മുടെ ചാനൽ കാണുന്നില്ല, റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അത് സാരമില്ല, ഞാൻ മുമ്പ് മറുനാടൻ മലയാളിയിൽ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ച് 5 വർഷങ്ങൾക്ക് മുമ്പ് പോകുമ്പോൾ ആ സമയത്ത് അവരുടെ ചാനൽ ഇതേപോലെ റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഷാജൻ സ്കറിയ പോരാട്ട വീര്യത്തോടുകൂടി ആ ചാനൽ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എൻ്റെ മുന്നിൽ ദർശിക്കുകയുണ്ടായി. മിനിറ്റുകൾക്കുള്ളിലാണ് ഏകദേശം 50,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആ ചാനലിന് പുതുതായി വന്നു ചേർന്നത്. ഏകദേശം 5 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉള്ള സമയത്താണ്, സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ് ആ ചാനൽ പെട്ടെന്ന് റിമൂവ് ചെയ്യപ്പെട്ടത് എന്തോ കാരണത്താൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജൻ സ്കറിയയുടെ പോരാട്ട വീര്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും സാരമില്ല, എന്താണ് കാര്യം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അധികം താമസിയാതെ തന്നെ കർമ്മ ന്യൂസ് ഇത് വാർത്ത പുറത്തുവിട്ടിരുന്നു. കർമ്മയിൽ നിന്ന് എനിക്ക് വിൻസ് മാത്യു വിളിച്ച് അതിൻ്റെ ഉടമയായ വിൻസ് മാത്യു വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല, എന്തായാലും യൂട്യൂബിൽ നിന്ന് വന്ന ഒരു മെയിൽ വന്നിട്ടുണ്ട്, ഞാനത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു അത് ഹാക്ക് ചെയ്തതാണ്. ഹാക്ക് ചെയ്തപ്പോൾ നമ്മളെ ചാനലിലൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത പോർണായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചൂതാട്ടം പോലുള്ള കാര്യങ്ങളോ ഡ്രഗ് പരമായുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ആരെങ്കിലും വീഡിയോ കയറ്റിയിട്ടുണ്ട്, എന്തായാലും ഹാക്ക് ചെയ്തതാണ് നമ്മുടെ ചാനൽ എന്ന് പറയുകയുണ്ടായി. എന്തായാലും ഭാഗ്യത്തിന് ക്രൈം സ്റ്റോറി ചാനൽ ഹാക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് ആ സമയത്ത് തന്നെ ഇത് ഓരോ ചാനലും ഹാക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ക്രൈം സ്റ്റോറി ചാനലിൻ്റെ മെയിൽ ID മാറ്റിയിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ഇത് വന്നതെന്നുള്ളത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരീക്ഷണമാണ്. കാരണം ചാനൽ തുടങ്ങിയ ശേഷം, ഓൺലൈൻ ചാനൽ തുടങ്ങിയ ശേഷം, യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ ഇങ്ങനെ റിമൂവ് ചെയ്യപ്പെടുന്നത്. പെട്ടെന്ന് നമ്മുടെ ചാനലിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്ന് സംശയിച്ചിരുന്നു ഞങ്ങൾ യൂട്യൂബിൽ നിന്ന ലെറ്റർ. പക്ഷേ ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്ത സാധനമല്ല, ഞങ്ങളുടെ ചാനൽ ഹാക്ക് ചെയ്ത് അതിൽ ചിലർ വളരെ ഗുരുതരമായ എന്തൊക്കെയോ സംഭവങ്ങൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയുള്ളത്. അതായത് ക്രൈം ഓൺലൈൻ ചാനലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏകദേശം 7 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ക്രൈം ഓൺലൈൻ ചാനൽ. 2021 ഏകദേശം 2020 അവസാന നവംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഘട്ടമായി വളർന്നിട്ടാണ് ഏകദേശം 7 ലക്ഷത്തോളം ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്തി. ഒരു കൊല്ലത്തിൽ 1 ലക്ഷം എന്നുള്ള നിലയിലേക്കാണ് ചാനൽ ഡെവലപ്പ് ചെയ്തത്. അത് ഞങ്ങൾ വളരെ വ്യാപകമായ രൂപത്തിൽ ഈ വർഷം അത് ഒരു 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം എന്നുള്ള പ്ലാനും പരിപാടികളും ആസൂത്രണം ചെയ്ത് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയ സമയത്താണ് ഈ ചാനൽ ഇപ്പോൾ റിമൂവ് ചെയ്യപ്പെട്ട കാര്യം അറിയുന്നത്. എന്തായാലും അത് ഉടനെ തന്നെ അത് തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത്. ഇതുപോലെ പല തരത്തിൽ ആരുടെ ചാനലും ഹാക്ക് ചെയ്യപ്പെടാം. നേരത്തെ മീഡിയ വണ്ണിൻ്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു, അല്ല പ്രമുഖരായ പല ചാനലുകളും ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായി നിയമപരമായിട്ട് തന്നെ സൈബർ പോലീസ് പരാതി കൊടുക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ തിരിച്ചു കിട്ടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ ചാനൽ റിമൂവ് ചെയ്യപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് വന്ന ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം കൊണ്ടല്ല. സാധാരണ നമ്മൾ കാണാറില്ലേ, ഓൺലൈൻ വഴി ധാരാളം പണം പലരുടെ അക്കൗണ്ട് വഴി പണം തട്ടാറില്ലേ, ഇതേപോലെ ഹാക്ക് ചെയ്ത് പലരുടെയും അക്കൗണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പലതരത്തിലുള്ള ഈ തട്ടിപ്പുകൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ്
ക്രൈമിൻ്റെ ചാനലിലും ഇതേപോലെ ക്രൈം ഓൺലൈൻ ചാനലും ഇതേപോലെ ഹാക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടേതല്ലാത്ത പല വീഡിയോസും കയറ്റി, നിയമവിരുദ്ധമായ വീഡിയോസ് കയറ്റി, അത് യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായ വീഡിയോകളായതുകൊണ്ടാണ് അവർ റിമൂവ് ചെയ്തത്. എന്തായാലും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ഇതുവരെ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. 2005 ഞാൻ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവരുന്നത്. ധാരാളം സ്ഫോടനാത്മകമായ വാർത്തകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പ്രസിദ്ധീകരണമാണ് ക്രൈം. ഐസ്ക്രീം പാർലർ ആയിക്കോട്ടെ, വ്യാജരേഖ തട്ടിപ്പായിക്കോട്ടെ, അതുപോലെ തുടങ്ങി ധാരാളം. ശബരിമലയിലെ അഴിമതിയൊക്കെ 2000 ക്രൈം കൊണ്ടുവന്നതാണ് ആദ്യമായിട്ട്. അവിടെ നിങ്ങളുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്രൈം കൊണ്ടുവന്ന പല സ്റ്റോറികളാണ് പിന്നീട് മുഖ്യധാര ചാനലുകൾ, മുഖ്യധാര പത്രങ്ങളടക്കം പിന്നീട് വലിയ വാർത്തയായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് കാലമായിട്ട് അതിൻ്റെയുള്ള സജ്ജീകരണത്തിൽ നിൽക്കുകയായിരുന്നു. വളരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, പുതിയ വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ 2005 പറഞ്ഞ കാര്യം, ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്ന ഘട്ടത്തിൽ ക്രൈമിൻ്റെ ഓഫീസ് ശ്രീ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മരുമകനായ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഓഫീസ് ആക്രമിക്കുകയും ഓഫീസ് കത്തിക്കുകയും അവിടുന്ന് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോവുകയുണ്ടായി. മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും CPMൻ്റെ പിണറായി വിജയനുബന്ധമായുള്ള അനുകൂലിക്കുന്ന ആളുകൾ കയ്യേറി പല കടകളിൽ നിന്നും കോപ്പികൾ പിടിച്ചെടുത്തുകൊണ്ടുപോയി. കേരളത്തിലെ എല്ലാ കടകളിൽ നിന്നും പിടിച്ചെടുത്തു. 10-20 ലക്ഷം സർക്കുലേഷനുള്ള ഒരു കാലഘട്ടമായിരുന്നു ക്രൈമിന്. ആ സമയത്ത് ക്രൈമിലൊരു വാർത്ത ഒരാളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചാൽ അയാളുടെ ജീവിതം തകർന്നു എന്ന് കരുതിയാൽ മതി. എന്നാൽ പിണറായി വിജയൻ ഭീരുവായതിനാൽ അദ്ദേഹത്തിന് ഈ വാർത്തയെ നേരിടാൻ പറ്റിയില്ല. കാരണം വാർത്ത സത്യമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ വിളിച്ച് എനിക്ക് പറയാനുള്ളത് പ്രസിദ്ധീകരിക്കണമെന്നോ, അല്ലെങ്കിൽ അത് അപ്പുറം എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നോ എന്ന് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നതിന് പകരം ഭീരുവിനെ പോലെ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കുക, ക്രൈമിൻ്റെ കോപ്പികൾ കംപ്ലീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് ചെയ്തത്. ഞാൻ എന്താ ചെയ്തത്, അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി. അവസാനം ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ CBI അന്വേഷണത്തിന് പോകേണ്ട അവസ്ഥ വരെ വന്നു. അവസാനം CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ എനിക്ക് വേണ്ടി ഫ്രീ ആയിട്ടാണ് വാദിച്ചിട്ടുള്ളത്. അതിൻ്റെ നഷ്ടപ്പെട്ട രേഖകൾ പിന്നീട് VS അച്യുതാനന്ദൻ വഴി PC ജോർജും പിന്നെ PT തോമസും എനിക്ക് എത്തിച്ചു തന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ രേഖകൾ സമർപ്പിച്ചു. അതിന് കൃത്യമായി മൊഴി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ പ്രതിയാക്കപ്പെട്ടത്. ആ യുദ്ധം കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും പിന്നീട് അത് വാർത്ത ചെയ്യേണ്ടി വന്നു. ലാവ്ലിൻ കേസിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള വാർത്തകളും ചെയ്യേണ്ടി വന്നു. അതിനൊക്കെ നേരിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ ചാനൽ ഹാക്ക് ചെയ്തതിൽ പല ഞങ്ങളോട് ബന്ധപ്പെടാത്ത നിയമവിരുദ്ധമായ എന്തൊക്കെയോ വീഡിയോസ് കയറ്റിയതിൻ്റെ പേരിൽ ആ ചാനൽ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തപ്പോൾ പല സ്ഥലത്തും പല ആളുകളും ആഘോഷപൂർവ്വം അതിനെ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ക്രൈമിനെന്തോ സംഭവിച്ചു, അതോടുകൂടി ക്രൈം തകർന്നുപോയി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടായി. ഇവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ള കാര്യത്തിൽ മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് ക്രൈമിനോട് ബന്ധപ്പെട്ടത്. ക്രൈമിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ആ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെട്ട പുതിയ ചാനൽ അതേ പേരിൽ തുടങ്ങണം. ഞങ്ങൾ അതിനെല്ലാം സബ്സ്ക്രൈബേഴ്സായി മാറും. ഞങ്ങൾക്ക് എല്ലാ പൂർണ്ണ പിന്തുണയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഫോണിലേക്കും ഓഫീസിലെ ഫോണിലേക്കും ആയിരക്കണക്കിന് ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പിന്തുണ പ്രഖ്യാപിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞങ്ങൾ നീതിക്കും അതേപോലെ സമൂഹത്തിലെ തിന്മകൾക്കുമെതിരെയുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത്. പാവപ്പെട്ടവരുടെ നീതിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ പല പ്രതിസന്ധികളെയും ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. അഴിമതിക്കെതിരെയും അതേപോലെ സ്വജനപക്ഷപാതത്തിനെതിരെയും അതേപോലെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പോരാട്ടം നടത്തുന്ന ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ താൽക്കാലികമാണ്. ഏതാനും തുച്ഛമായ എതിരാളികളായിരിക്കും, പക്ഷെ അപ്പോൾ ഒരു പ്രബലരായിരിക്കും. ആ പ്രബലരുള്ളപ്പോഴേ നമ്മൾക്ക് വാർത്തയ്ക്കൊരു സുഖമുള്ളൂ. പിണറായി വിജയനെ പോലുള്ള പ്രമുഖനായ ഒരാൾ എതിരാളിയായി കിട്ടുമ്പോൾ അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടും.
അതുകൊണ്ട് പിണറായി വിജയനെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഇത്രയും കാര്യങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം എന്നാലല്ലേ ഞങ്ങൾക്ക് വാർത്ത ചെയ്യാൻ സൗകര്യം കിട്ടുള്ളൂ. പിണറായി വിജയൻ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വാർത്തയ്ക്ക് യാതൊരു പഞ്ഞവുമില്ല. ഇത് പിണറായി വിജയൻ്റെ കൈകളാണ് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഈ ഹാക്കിങ്ങിൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് പിണറായി വിജയൻ്റെ പിന്നിലുള്ള ആളുകൾ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വിവരം ആണ് നമ്മുടെ മുന്നിലുള്ളത്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അധികം താമസിയാതെ അറിയും. എന്തായാലും ചാനൽ തിരിച്ചു കിട്ടുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു ചാനൽ അല്ലെങ്കിൽ മറ്റൊരു ചാനൽ. ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ പോയിട്ടായിരുന്നു, ഞങ്ങളേതല്ല മറ്റൊരു ചാനലിൽ പോയിട്ടായിരുന്നു എന്നെ ഇൻ്റർവ്യൂ കൊടുത്തത്. എനിക്ക് പറയാനുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖരായ എല്ലാ ചാനലുകളുമുണ്ട്. പല ചാനലുകളും മുൻനിര ചാനലുകളും എന്നെ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഡിസ്കഷന് വിളിക്കുമ്പോൾ എൻ്റെ തിരക്ക് കാരണമാണ് ഞാൻ ഒന്നിനും പങ്കെടുക്കാതിരിക്കുന്നത്. ഇനി ഞാൻ അവരോട് സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവർ വഴിയും പറയാൻ പറ്റും. എൻ്റെ സ്വന്തം ചാനൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ വാർത്തകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ, തെളിവുകൾ കൈവശമുള്ള ഒരാളാണ് ഞാൻ. അത് പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളാണ് ഞാൻ. പല പ്രമുഖരായ അഡ്വക്കേറ്റ്മാരുടെ കയ്യിൽ അതിൻ്റെ ഫയലുകളെല്ലാം ഉണ്ട്. ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് വിനയപൂർവ്വം പിണറായി വിജയനോട് ഞാൻ പറയുകയാണ്. 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെ വിദേശത്തുള്ള സമ്പാദ്യത്തിൻ്റെ രേഖകൾ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പിണറായി വിജയൻ പോലീസിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള വിദ്യകളും എനിക്കറിയാമെന്ന് പ്രത്യേകം പറയാണ്. ഈ ഹാക്ക് ചെയ്തുകൊണ്ടൊന്നും ക്രൈം തളരില്ല എന്ന് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയാണ്. താങ്കളെ എനിക്കൊരു പേടിയുമില്ല എന്നുള്ള കാര്യം താങ്കൾക്ക് നന്നായിട്ടറിയാം. കാരണം ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. ആ മരിക്കുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കാറില്ല. കാരണം ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ, ഒരു ദിവസമാണ് ഒരു ദിവസമെങ്കിൽ ആൺകുട്ടിയെപ്പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് സത്യത്തിനും നീതിക്കും മര്യാദയ്ക്കും മനുഷ്യ കാരുണ്യത്തിനും വേണ്ടിയുള്ളതായിരിക്കണം എൻ്റെ പ്രവർത്തനമെന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഞാൻ. ആരെയും വഞ്ചിച്ചിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല. സത്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നാടിനും ഈ സമൂഹത്തിനും വേണ്ടി, പ്രകൃതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കടമയും അത് തന്നെയാണ്, എൻ്റെ ദൗത്യവും അത് തന്നെയാണ്. 2020 ക്രൈം ചാനൽ തുടങ്ങിയ ശേഷം, ക്രൈം ഓൺലൈൻ ചാനൽ തുടങ്ങിയ ശേഷം നിരവധി കള്ളക്കേസുകളാണ് എൻ്റെ പേരിലെടുത്തുള്ളത്. ആദ്യം തന്നെ തുടങ്ങിയത് വീണ ജോർജ് ആയിരുന്നു. കോവിഡിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ ക്രൈം പുറത്തു കൊണ്ടുവന്നപ്പോൾ, അതായത് മരിച്ചവരുടെ എണ്ണം 2 ലക്ഷത്തിന് മേലെ ഉണ്ടെന്ന്, അത് മൂടി വെച്ചതാണ് വീണ ജോർജ് എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതിൻ്റെ പേരിലാണ് ആദ്യം പരിയാരം മെഡിക്കൽ കോളേജിലെ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ സൈബർ ക്രൈം തിരുവനന്തപുരം പോലീസ് കേസെടുത്തത്. ഓഫീസ് റെയ്ഡ് ചെയ്ത് ഞങ്ങളെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടേ ഹൈക്കോടതി പറഞ്ഞു നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നന്ദകുമാർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ വിധിയുണ്ടായി. പിന്നീട് 2021 ഡിസംബർ 1 എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു. അത് വീണ ജോർജിനെ കുറിച്ച് ഞാൻ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നിട്ട് ഒരു പരാതി കൊടുത്തായിരുന്നു. അപകീർത്തികരമായ വാർത്ത ഈ കേസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ IT ആക്ട് 67A പ്രകാരം എന്നെ അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി കോടതിയിൽ മജിസ്ട്രേറ്റ് മുമ്പായി ഹാജരാക്കി. എനിക്ക് ജാമ്യം കിട്ടിയില്ല. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത്. അന്ന് എൻ്റെ ഓഫീസിലെയും വീട്ടിലെയും അതേപോലെ കോഴിക്കോട് ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ അടക്കമുള്ള പല സംഭവങ്ങൾ കടത്തിക്കൊണ്ടുപോയി. പ്രധാനപ്പെട്ട അന്ന് ഉദ്ദേശം പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായ ഫയലുകളും വീണ ജോർജിനെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന ധാരാളം അഴിമതികളുടെ രേഖകളും കടത്തിക്കൊണ്ടുപോയിരുന്ന അവരുടെ ലക്ഷ്യം. അതിനുശേഷം വീണ്ടും 2022 ജൂലൈ മാസത്തിൽ എനിക്കെതിരെ ഒരു ഓഫീസിൽ പുതിയ സ്റ്റാഫിനെ കയറ്റി തന്ത്രപരമായി കയറിയ ഞാൻ SC/ST-കാരിയായ ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു എന്നുള്ള പേര് ഒരു കള്ളക്കേസെടുത്തു. ആ പെൺകുട്ടി തന്നെ സംസാരിക്കുന്ന രേഖ ഞാൻ കോടതിയിൽ ഹാജരാക്കി. 34 ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എനിക്ക് ജാമ്യം നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി ജാമ്യം തരുമ്പോൾ പറഞ്ഞത് നന്ദകുമാറിനെതിരെ ഒരു തെളിവുമില്ല എന്നാണ്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ക്രൈമിൻ്റെ ഓഫീസ് സ്തംഭിപ്പിക്കുക, അവിടുന്ന് കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോവുക, മറ്റു സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോവുക, ഓഫീസും വീടും റെയ്ഡ് ചെയ്യുക, പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസം സിന്ധു ജോയുടെ പേരിൽ ഒരു കള്ളപ്പരാതി എടുത്ത് അർദ്ധരാത്രി പോലീസ് വന്നു. 12 മണിക്ക് അടിയന്തരാവസ്ഥയുടെ ഭീകര നാളുകളെ അനുസ്മരിക്കും വിധമാണ് വന്നത്. അന്ന് പിണറായി വിജയനൊക്കെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച പോരാടിയ എന്ന് പറയുന്ന ആൾക്കാരാണ്. ആ പിണറായി വിജയൻ്റെ ഭരണത്തിലാണ് ഈ അടുത്ത ദിവസം അർദ്ധരാത്രി എൻ്റെ വീട്ടിൽ പോലീസ് കയറിയത്. എന്നിട്ടോ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ BNSS 35(3) പ്രകാരമുള്ള നോട്ടീസ് തരാതെ
എനിക്ക് വരാൻ പറ്റില്ല, അറസ്റ്റിന് വഴങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. വി ഡി സതീശൻ ഇടപെട്ടു. വി ഡി സതീശൻ DGPക്ക് വാണിംഗ് കൊടുത്തു. അർദ്ധരാത്രി 5 മണി വരെ കാത്തുനിന്ന് അവസാനം പോലീസ് നോട്ടീസ് ഒന്ന് മടങ്ങേണ്ടി വന്നു. ഇനി അത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. 35(3) നോട്ടീസ് പ്രകാരമൊന്നും നടക്കില്ല, തരാതെ നടക്കില്ല. അപ്പോൾ തന്നെ ഞാൻ കോടതി പോകും. കോടതി പറഞ്ഞ ലാസ്റ്റ് കേസ് എന്താ അറിയോ? ഇത് കേസേ നിൽക്കില്ല എന്നാണ്. അങ്ങനെ ഒരു കള്ളക്കേസ് എടുത്തുകൊണ്ട് എന്നെ തകർക്കാൻ പറ്റില്ല, നിശബ്ദനാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പിണറായിയുടെ കറുത്ത കരങ്ങളാണ് ഇപ്പോൾ ചാനൽ തന്നെ ഹാക്ക് ചെയ്തിട്ട് അതിൽ ഇല്ലീഗലായ വീഡിയോസ് കയറ്റുക, അതിൻ്റെ പേരിൽ യൂട്യൂബിനെ കൊണ്ട് ഞങ്ങളെ വീഡിയോ റിമൂവ് ചെയ്യിക്കുക. അതൊന്നും നടക്കില്ല പിണറായി. ഞങ്ങൾ ഇതല്ലേ വേറെ ചാനൽ തുടങ്ങും, ഒരു ചാനൽ വരും, 100,000 ചാനൽ തുടങ്ങും. ഇല്ല, ഞങ്ങളുടെ ലക്ഷക്കണക്കിനായ പ്രേക്ഷകർ ഞങ്ങൾ കൂടെയുണ്ട്. അവരെ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.